നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം അവസാന ലാപ്പിലാണ്. നാളെയാണ് കൊട്ടിക്കലാശം. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാന ഓട്ടപ്പാച്ചിലാണ് മുന്നണികൾ. മലയോര ജനതയുടെ ജീവിത പ്രശ്നങ്ങളും ജമാഅത്തെ ഇസ്ലാമി ബന്ധവും PV അൻവർ ഫാക്ടറും സജീവ ചർച്ചാ വിഷയമായി നിലനിൽക്കുകയുമാണ്. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നു, പ്രഖ്യാപനം വരുന്നു, അതിനുശേഷം പ്രചരണത്തിനൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ചയായി വന്നു, ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നാളെ ഈ കൊട്ടിക്കലാശമാണ്, അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രചരണമൊക്കെ. ഈ ഒരു അവസാന സമയത്ത് എത്രമാത്രം ആവേശത്തോടെയാണ് പ്രചാരണം നടക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? സ്വാതി, തീർച്ചയായും ഇനി കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ. നാളെ വൈകുന്നേരം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് മുന്നണികൾ അവരുടെ പ്രചാരണം കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ്. കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഓരോ ദിവസവും മാറി മാറി ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ എന്ന് നമുക്ക് അറിയാം. വിവിധ വിഷയങ്ങൾ വിവിധ ഘട്ടത്തിൽ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. PV അൻവറിൽ ഇറങ്ങി വന്ന ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ PV അൻവറിൽ കുടുങ്ങി ഒരുപക്ഷെ രാഷ്ട്രീയ ചർച്ചകൾ മുന്നോട്ട് പോകുമെന്ന് കരുതിയെടുത്തുനിന്ന് വിവിധ വിഷയങ്ങൾ, മണ്ഡലത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളടക്കം സജീവമായി ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പായി അത് മാറി. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലത്തെ പ്രചാരണം എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി എത്തുന്നു. മുഖ്യമന്ത്രി 3 ദിവസത്തിൽ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നു. PV അൻവറിന്റെ ക്യാമ്പാകട്ടെ യൂസുഫ് പത്താനെ ഇറക്കി പ്രചാരണം നടത്തുന്നു. അങ്ങനെ ഒരു താരപരിവേഷമുള്ള ഒരു പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് നമുക്ക് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. LDF എന്തായാലും ജമാഅത്തെ ഇസ്ലാമി വിഷയമടക്കം കൃത്യമായ ഇടവേളകളിൽ അത് ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിന് UDF നേതാക്കൾ അതിന് കൃത്യമായി മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ആ തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, അതുമായി ബന്ധപ്പെട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് സജീവമായി കഴിഞ്ഞ മണിക്കൂറുകളിലടക്കം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തിയപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-നുണ്ടായിരിക്കുന്ന ബന്ധത്തെക്കുറിച്ച് മറുപടി പറയാൻ അവർ തയ്യാറായിട്ടില്ലാത്ത കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും UDF ഈ ഒരു വിഷയത്തെ പ്രതിരോധിക്കുന്നത് മുൻകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDF-ന് പിന്തുണ നൽകിയതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കില്ല, പാലക്കാട് നിലമ്പൂരിലും ആവർത്തിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്തായാലും UDF ഇത്തരത്തിൽ ആ ഒരു വിഷയത്തെ പ്രതിരോധിക്കുന്നത്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ KPCC അധ്യക്ഷനും അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അത് ബാധിക്കും. അത് ഏത് തരത്തിലാണ് ഓരോ മുന്നണികളും ആ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രത്യേകത തന്നെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട ജീവിക്കുന്ന ജനങ്ങളാണ്. നിരവധി തവണ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്ന ജനങ്ങളാണ്. അങ്ങനെ ആ ഒരു വിഷയം അത് സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ 4 മുന്നണികളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ അൻവർ ഇങ്ങനെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അൻവറിൻ്റെ പ്രവർത്തനം പ്രധാനമായും പോകുന്നത്. അവിടെ ആ വിഷയങ്ങൾ ഉന്നയിച്ച് അവിടുത്തെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു ശ്രമം അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും LDF ഈ വിഷയത്തെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്നത് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. ശരി ആസിഫ്, എന്തായാലും വലിയ തരത്തിൽ ആവേശത്തോടു കൂടി തന്നെയാണ് അവസാന മണിക്കൂറുകളിലും നിലമ്പൂരിൽ പ്രചാരണം നടക്കുന്നത് എന്നുള്ളതാണ്. നാളെയാണ്, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കൊട്ടിക്കലാശത്തിന്. അതിനു മുമ്പ് ഓരോ വോട്ടും ഉറപ്പിക്കുക തന്നെയാണ് മുന്നണികൾ എല്ലാവരും ചെയ്യുന്നത്. വിവിധ വിഷയങ്ങൾ അവിടെ ഇപ്പോഴും ചർച്ചയായി നിലനിൽക്കുന്നു എന്നുള്ളതുമാണ്.